ആറ് മൂവി ഇഷ്ടമാണോ? ഇങ്ങനെ ടൈപ്പ് മൂവീസ് ഒക്കെ ഇഷ്ടമാണോ? അതുകൊണ്ടാണ് കാണാൻ വന്നത്. എങ്ങനെയാണ് ഹിപ്പ് ഹോപ്പ് തമിഴിനെ ഇഷ്ടമാണോ? ആദ്യം നല്ല പടം. പുള്ളിയുടെ ഒരു മേക്കിംഗ് എങ്ങനെയുണ്ട്? ആസ് എ ഡയറക്ടറായിട്ടും കൂടെ പുള്ളി ഇതിൽ നല്ല പടം നന്നായിട്ടുണ്ട്. ഫുള്ള് വാറാണ് തുടക്കം മുതൽ നമ്മൾ ഇല്ല വാറല്ല, എന്നാലും ആവശ്യത്തിനൊക്കെ ഫാമിലി സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്ക് എല്ലാം കൊള്ളാം. നല്ലതാ. ഇങ്ങനെ കണ്ടിറങ്ങിയപ്പോൾ എന്താണ് ഒരു ഫീലിംഗ്? ഇപ്പോൾ കൊള്ളാം, നല്ല പടം ഒന്നും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. കൊള്ളാം. കൊള്ളായിരുന്നു. ആദിയുടെ ഒരു മേക്കിംഗ് എങ്ങനെയുണ്ട്? ഒരു ഡയറക്ടറും കൂടെ ആണ് മൂവിയുടെ. അപ്പോൾ എങ്ങനെയുണ്ട്? നൈസായിരുന്നു, കൊള്ളാം. എങ്ങനെ ഒരു മുഴുവനായിട്ടൊരു വാറ് തന്നെയായിരുന്നോ ചിത്രം തുടക്കം മുതൽ? അതെ, സ്ക്രീൻ ചെറുതായിരുന്നു. ഹിപ്പ് ഹോപ്പിന്റെ സ്ഥിരം സിനിമ ടൈപ്പിൽ നിന്ന് മാറിയോ? മാറ്റമുണ്ട്. നമ്മൾ പ്രത്യേകമായിട്ടുള്ളൊരു ഹിപ്പ് ഹോപ്പിനാണ് കാണുന്നത്. മുമ്പ് വെച്ച് നോക്കണമെങ്കിൽ നല്ല ഡിഫറെൻ്റ് ഉണ്ട്. കോളേജ് മൂവീസും അങ്ങനെ ഒരു സ്റ്റൈലാണല്ലോ പുള്ളിയുടെ മേക്കിങ്ങും അല്ലെങ്കിൽ കണ്ടുവരുന്നത്. അതെ. ഈ ഒരു ജോണർ എത്രത്തോളം പുള്ളിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? അങ്ങനെ സോങ്സും കാര്യങ്ങളും ഉണ്ട്. ലവ് ട്രാക്ക് ഒക്കെ ഉണ്ടോ നായികയായിട്ട്? ചെറുതായിട്ടുണ്ട്. ഇവിടെ ഒരു കോംബോ എങ്ങനെയാണ്? ഇതിലും വർക്കായിട്ടുണ്ടോ? കാര്യം അനിക നട്പേ തൂണി അങ്ങനെയുള്ള സിനിമയിൽ ഈ നായകൻ നായിക കോംബോ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുള്ളതാണ്. ഈ ഒരു സിനിമയിൽ എങ്ങനെയുണ്ട്? ഇത് കുഴപ്പമില്ലായിരുന്നു. ഓൾ ഓവർ എങ്ങനെയുണ്ട് മൂവി കണ്ടിറങ്ങി? പടം കൊള്ളാം, നൈസാ. ഫ്യൂച്ചറിലോട്ടൊക്കെ വരുന്നൊരു വാറൊക്കെയാണ് സിനിമയിൽ പറയുന്നത് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? വാറ് തന്നെയാണ് പടം മൊത്തം പറയുന്നത്. ഓക്കെ, പോരാ. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട് ആദ്യയുടെ? ഇപ്പോൾ ഫുള്ളായിട്ടൊരു എങ്ങനെയാണ് ഒരു വാറ തന്നെ ആണോ പടം പറഞ്ഞു വെക്കുന്നത്? ഒരു ലവ് സ്റ്റോറി ട്രാക്കോ അങ്ങനെയൊന്നും ഇല്ല നായികയും നായകനായിട്ടുള്ള? ഓവറോൾ എങ്ങനെയുണ്ട് മൂവി കണ്ടിറങ്ങിയപ്പോൾ? സാറ്റിസ്ഫൈഡ് ആണോ? കഥ മനസ്സിലാവുന്നില്ല. ഒരേ യുദ്ധം തന്നെ, അടി ബഹളം. ആദ്യയുടെ പെർഫോമൻസ് കൊള്ളാം. കണ്ടിരിക്കാനുള്ളത് ഞാൻ ഇറങ്ങി, മുക്കാൽ ഭാഗമ്പോൾ ഇറങ്ങി. വലുതായിട്ട് പറയാനൊന്നുമില്ല. പാട്ടൊക്കെ എങ്ങനെയുണ്ട്? പാട്ടും 2028 നടക്കണ കഥയാണ്. അത് മനസ്സിലാകുന്നില്ല കഥ. അത് കാണാനാണല്ലോ. ബോറില്ല, കുഴപ്പമില്ല കാണാൻ. അതുകൊണ്ടായിരിക്കും ഇതിപ്പോ 2024 ആയതുകൊണ്ടായിരിക്കും നമുക്ക് 2028 യുദ്ധം നടക്കണ പോലെ കാണിക്കണം. അതിന്റെ കഥ നമുക്ക് കറക്റ്റായിട്ട് ഒരു പിടുത്തം കിട്ടും. എങ്ങനെയുണ്ട്? ഗ്രാഫിക്സ് ഒന്നുമില്ല, ഒരേ അടി. പാട്ടൊക്കെ എങ്ങനെയുണ്ട്? പാട്ടില്ല പടത്തിൽ, പാട്ടൊന്നുമില്ല, ഒരു മ്യൂസിക് മാത്രമേ ഉള്ളൂ. നായിക എങ്ങനെയുണ്ട്? നായിക കാണിക്കാനുണ്ട് അത്ര തന്നെ. പടം പറയാൻ അങ്ങനെ ഒന്നുമില്ല. റൊമാൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ റൊമാൻസ് ഒന്നുമില്ല, ഒരേ യുദ്ധം തന്നെ, തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ. വെടിവയ്പ്പ് തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ യുദ്ധം. അതിന്റെ കഥ കറക്റ്റായിട്ട് പിടുത്തം കിട്ടുന്നില്ല. ഒരു പട്ടാള സിനിമയാണ്. 2028 നടക്കണ ഒരു യുദ്ധം. 2028 ഇനി വെടിവെപ്പ് വരും അതുപോലെ വരാൻ ചാൻസ് അറിയില്ല. അത്ര പോറണ്ണ കാണാൻ. അത്ര ആളുണ്ടോ തിയേറ്ററിൽ? സിനിമ 10 പേരുണ്ട് ഇപ്പൊ വരും. ആക്ഷൻ മാത്രമേ ഉള്ളൂ. എനിക്ക് പടം അത് മനസ്സിലാവുന്നില്ല. കുഴപ്പമില്ല. കൊള്ളാം.